उसी प्रकार अनुपात में अपनी लाइब्रेरी का विस्तार करता रहा. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ലൈബ്രറി വലുതാക്കിക്കൊണ്ട് വന്നത്. पर आप पूछ सकते हैं कि किताबों पढ़ने की शौक तो ठीक, किताबें इकट्ठी करने का सनद क्यों सवाल हुई. അതായത് കിതാബേം, അതായത് ബുക്സ് വായിക്കുന്നത് ഓക്കെ, പക്ഷെ ഈ ബുക്സ് കളക്ട് ചെയ്യുന്ന ആ ഒരു ഹോബി എങ്ങനെയാണ് വന്നത്. ഉസ്കാ കാരൻ ബി ബച്പൻ കാ ഏക് അനുഭവ് ഹെ. അതിന്റെ കാരണവും വളരെ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളാണ്. ഇലഹബാദ് ഭാരത് കാ പ്രഖ്യാത ശിക്ഷാ കേന്ദ്രമേം ഏക് രഹ. അതായത് ഇലഹബാദ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വളരെ പ്രമുഖമായ സ്റ്റഡി സെന്റേഴ്സിൽ ഒന്നാണ്. ईस्ट इंडिया द्वारा स्थापित पब्लिक लाइब्रेरी से लेकर മാനാ മദൻ മോഹൻ മാലവ്യ ദ്വാര സ്ഥാപിത ഭാരതി ഭവൻ തക്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറി തൊട്ട് മഹാനായ മദൻ മോഹൻ മാലവ്യയുടെ സ്ഥാപിതമായ ഭാരതി ഭവൻ വരെ അവിടെയുണ്ട്. വിശ്വവിദ്യാലയ की ലൈബ്രറി തഥാ അനേക കോളേജോം की ലൈബ്രറി തോ ഹേ ഹി. അതായത് വിശ്വവിദ്യാലയന്റെ ആ കോളേജിന്റെ ലൈബ്രറി മുതൽ മറ്റു പല കോളേജുകളുടെയും ലൈബ്രറി ഉണ്ട്. ലഗ്ഭഗ് ഹർ മൊഹല്ലെ മേ ഏക് അലഗ് ലൈബ്രറി. അതായത് ഓരോ സ്ട്രീറ്റിലും ഓരോ ലൈബ്രറീസ് ഉണ്ട്. വഹാം ഹൈക്കോർട്ട് ഹേ അഥഹ വക്കീലോം കി നിജി ലൈബ്രറി. അതായത് ഹൈക്കോർട്ട് ഉണ്ടെങ്കിൽ അവിടെ വക്കീലന്മാരുടെ ലൈബ്രറി ഉണ്ടാവും. അധ്യാപകോം കി നിജി ലൈബ്രറി, ടീച്ചേഴ്സിന്റെ ലൈബ്രറി. അപ്നെ ലൈബ്രറി വേസെ കബി ഹോഗി. എനിക്കും സ്വന്തമായ ഒരു ലൈബ്രറി ഉണ്ടാകുമോ? യഹ് തോ സ്വപ്നമേ ബി നഹീ സോച്ച് സക്താ താ. അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരു കാര്യമല്ല. പർ അപ്നെ മൊഹല്ലെ മേ ഏക് ലൈബ്രറി തി ഹരിഭവൻ. പക്ഷെ എന്റെ ആ സ്ട്രീറ്റില് ഞങ്ങൾക്കും ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഹരിഭവൻ. സ്കൂൾ സെ ചുട്ടി മിൽത്തെ ഹി കി ഉന്മേൻ ജാക്കർ ജമാ ജാത്തെ. അതായത് സ്കൂളിൽ നിന്ന് അവധി കിട്ടുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം തന്നെ ആ ലൈബ്രറിയിലായിരിക്കും. പിതാ ദിവാംഗത് ഹോ ചുക്കേത്തെ. അപ്പോഴേക്കും അച്ഛന്റെ മരണം സംഭവിച്ചിരുന്നു. ലൈബ്രറി കാ ചന്ദ ചുക്കാനെ കാ പൈസ നഹീത്ത. അതായത് ലൈബ്രറിയിൽ മെമ്പർഷിപ്പിന് കൊടുക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. അതാ വഹീം ബേഡ്കർ കിതാബെ നിക്കൽവാക്കർ പഠിത്താ രഹത്താത്ത. അതുകൊണ്ട് തന്നെ ആ ലൈബ്രറിയിൽ ഇരുന്ന് അവിടുന്ന് ബുക്സ് എടുത്ത് അവിടെ തന്നെ ഇരുന്ന് വായിക്കുമായിരുന്നു. ഉൻ ദിനോം ഹിന്ദി മേം വിശ്വ സാഹിത്യ വിശേഷക്കാർ ഉപന്യാസവും മേക്കെ ഖുദ് അനുവാദ് ഹോ രഹേ തെ. അന്നെല്ലാം ഹിന്ദിയിലെ സാഹിത്യത്തിന്റെ ഉപന്യാസങ്ങൾ, എസ്സേസിന്റെ എല്ലാം ട്രാൻസ്ലേഷൻ നടക്കുന്ന ഒരു സമയമാണ്. മുझे ഉൻ അനുദിത് ഉപന്യാസവും കോ പഠിക്കാർ ബഡാ സുഖ് മിൽത്താ താ. എനിക്കെല്ലാം ആ ദിവസം ആ ലൈബ്രറിയിൽ പോയിരുന്ന ആ എസ്സേസ് എല്ലാം റീഡ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സുഖം കിട്ടിയിരുന്നു. അപ്പനെ ചോട്ടേസെ ഹരിഭവൻ മേ ഖൂബ് ഉപന്യാസത്തെ. ഞങ്ങളുടെ ആ ചെറിയ ഹരിഭവനിൽ ഒരുപാട് ഉപന്യാസങ്ങൾ ഉണ്ടായിരുന്നു. വഹീം പരിചയം ഹുവ ബങ്കിങ് ചന്ദ്ര ചട്ടോപാധ്യായ की ദുർഗാദർശിനി, കപാല കുണ്ടല ഓർ ആനന്ദ് മഠ്. അതായത് അവിടെ വെച്ചിട്ടാണ് എനിക്ക് ബങ്കിങ് ചന്ദ്ര ചട്ടോപാധ്യായയുടെ ദുർഗാദർശിനി, കപാല കുണ്ടല, ആനന്ദ് മഠ് പോലുള്ള പുസ്തകങ്ങളെല്ലാം എനിക്ക് അവിടെ വെച്ചാണ് പരിചയമായത്. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇവിടെ ടോൾസ്റ്റോയ്ക്ക്, അന്ന കർണീന, വിക്ടർ ഹ്യൂഗോ की പാരിസ് की കുബാഡ, അതായത് ദ ഹഞ്ച് ബാക്ക് ഓഫ് പാരിസ്, ഗോർക്കി की मदर, अलेक्जेंडर कुपरिन की गाड़ी वालों की कटारा या मदपिच, और सबसे मनोरंजक सर्वरीजी का सर्वेसी का विचित्र वीर. अതായത് डॉन किसीटो हिंदी के ही माध्यम से सारी दुनिया के कഥാപാത്രം से मुलाकात करना कितना आकर्षक था. അതായത് ഹിന്ദിയിലാണ്, ഹിന്ദി ട്രാൻസ്ലേഷൻസ് ആണ് ഞാൻ ഈ ബുക്സിന്റെ എല്ലാം വായിച്ചിരുന്നത്. ഈ കഥാപാത്രങ്ങളെല്ലാം അതിലൂടെ പരിചയപ്പെടുക എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ലൈബ്രറി खुलते ही पहुंच जाते और जब शुक्ला जी लाइब्रेरियन कहते कि बच्चे अब उठो, പുസ്തകാലയ ബന്ദ് കർണ ഹെ തബ് ബഡി അനിച്ഛാസെ ഉർത്ത. അതായത് ലൈബ്രറി തുറക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തുമായിരുന്നു. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറിയൻ ആയിരുന്ന ശുക്ലാജി ഞങ്ങളോട് പറയുമായിരുന്നു,
കുട്ടികളെ എഴുന്നേൽക്കൂ, ലൈബ്രറി അടയ്ക്കാൻ പോകുന്നു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് എഴുന്നേൽക്കുന്നത്. ജിസ് ദിൻ കോയി ഉപന്യാസ് അധൂര छूट जाता उस दिन मन का कसक होती है कि काश इतने पैसे होते कि सदस्य बनकर किताबें ഇഷ്യൂ कर लेता. അതായത് ഏതെങ്കിലും ഒരു ദിവസം ഒരു എസ്സേ പകുതിയാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നാൽ ആ ദിവസം മനസ്സിന് വളരെ വിഷമമാണ്. അപ്പോഴെപ്പോഴും വിചാരിക്കുമായിരുന്നു, പണം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മെമ്പർഷിപ്പ് എടുത്ത് ആ ബുക്ക് ഇഷ്യൂ ചെയ്യാമായിരുന്നു. ഒന്നില്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ആ ബുക്ക് ഇഷ്യൂ ലൈബ്രറിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങാമായിരുന്നു. ആ ബുക്ക് സ്വന്തമായിട്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കാമായിരുന്നു. അതായത് ഇസ് കിതാബ് കോ ഖരീദ് പാത്ത घर तक रखता, एक बार पढ़ता, 2 बार पढ़ता, बार बार पढ़ता, पर जानता था कि यह सपना ही रहेगा, भला कैसे पूरा पाएगा. അതായത് പണം ഉണ്ടായിരുന്നെങ്കിൽ ആ ബുക്ക് മേടിച്ച് ഒരു പ്രാവശ്യം വായിക്കാം, 2 പ്രാവശ്യം വായിക്കാം, വീണ്ടും വീണ്ടും വായിക്കാമായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു സ്വപ്നം മാത്രമായി തീരും. കാരണം അത് പൂർത്തീകരിക്കാൻ കയ്യിൽ പണമില്ല. पिता के देहवास के बाद तो आर्थिक संकट इतना बढ़ गया कि पूछिए मत. അതായത് ഞങ്ങളുടെ അച്ഛന്റെ മരണശേഷം ഞങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒരുപാട് വർദ്ധിച്ചു. കാരണം അത് ഞങ്ങളോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫീസ് ജുട്ടാന തക് മുഷ്കിൽ. അതായത് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പോലുമുള്ള പണം ഉണ്ടായിരുന്നില്ല. അപ്നെ ഷോക്കി കിതാബ് ഖരീദന തോ സംഭവ ഹി നഹി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ബുക്ക് വാങ്ങുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഏക് ट्रस्ट से योग्य पर असहाय छात्रों के पाठ्य पुस्तकों खरीदने के लिए कुछ रुपए सत्र के आरंभ में मिलते थे. അതായത് ഒരു ട്രസ്റ്റ് വഴി ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബുക്സ് മേടിക്കാൻ കുറച്ചു പണം, ആ സെമസ്റ്ററിലേക്കുള്ള കുറച്ചു പണം സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഉൻസെ പ്രമുഖ പാഠപുസ്തക സെക്കൻഡ് ഹാൻഡ് ഖരീദാത്ത. ആ പണം കൊണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് എല്ലാം തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് വാങ്ങിയിരുന്നത്. ബാക്കി അപ്നെ സഹപാഠിയും സെ ലേക്കർ പഠിത്താത്ത. ബാക്കിയുള്ളത് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. നോട്ട്സ് ബനാലേത്താത്ത. അങ്ങനെയാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിരുന്നത്. ഉൻ ദിനോ പരീക്ഷ കെ ബാദ് ഛാത്ര അപ്നെ പുരാനി പാഠപുസ്തകം ആദ്യ ദാമേം ബേച്ച് ദേത്തെ थे. അന്നെല്ലാം പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ബുക്സ് പകുതി വിലയ്ക്ക് വിൽക്കുമായിരുന്നു. और उसमें आने वाले नए लेकिन उस विभिन्न छात्र खरीद लेते थे. അതായത് ഇനി ആ ക്ലാസ്സിലേക്ക് വരുന്ന പുതിയ കുട്ടികൾ അതിലും എന്നെ പോലെ ലെസ് ഫോർച്യൂൺ ഉള്ള സ്റ്റുഡൻസ് ഈ ബുക്സ് വാങ്ങുമായിരുന്നു. ഇസി തരഹ കാം ചലാത്താത്ത. അങ്ങനെയാണ് ഞാൻ ബുക്സ് എല്ലാം കളക്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. ലേക്കിൻ ഫിർ ഭി മേനെ ജീവൻ കി പെഹ്ലി സാഹിത്യ പുസ്തക് അപ്നി പേസോ മേ ഖരീദി. എങ്കിലും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുസ്തകം ഞാൻ എൻ്റെ സ്വന്തം പണം കൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. ഉസ് സാൽ ഇന്റർമീഡിയറ്റ് പാസ് കിയ था. ആ സമയത്ത് ഞാൻ ഇന്റർമീഡിയറ്റ് പാസ്സായി. പുരാനി पाठ पुस्तकें बेचकर BA की पाठ पुस्तकें लेने की സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പ് पर गया. അതായത് ഞാൻ എൻ്റെ പഴയ ബുക്സ് എല്ലാം വിറ്റിട്ട് BAക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൽ പോയി. ഉസ് ബാർ ജാനെ കേസെ പാഠ പുസ്തകവും ഖരീദ് കർ ബി 2 രൂപയെ ബച്ച് ഗയെ. അത്തവണ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ബുക്സ് എല്ലാം മേടിച്ചതിന് ശേഷം 2 രൂപ ബാക്കി വന്നു. സാമനെ സിനിമാഘർ മേ ദേവദാസ് ലഗാ था. അന്ന് ഞങ്ങളുടെ ബുക്ക് ഷോപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ദേവദാസ് എന്ന് പറയുന്ന സിനിമയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ന്യൂ തിയേറ്റേഴ്സ് വാല. അത് ന്യൂ തിയേറ്റേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ബഹുത്ത് ചർച്ചിത്തെ. അത് വളരെ ചർച്ചിതമായ ഒരു സിനിമയായിരുന്നു. ലേക്കിൻ മേരി മാക്കോ സിനിമ ദേഖന ബിൽക്കുൽ നാപസന്ത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് സിനിമ കാണുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. ഉസീസെ ബച്ചെ ബിഗഡ് ജാത്തെ ഹെ. അമ്മ എപ്പോഴും പറയായിരുന്നു, ഈ സിനിമ കാണുമ്പോഴാണ് കുട്ടികൾ സ്പോയിൽഡ് ആവുന്നത്. ലേക്കിൻ ഉസ്കെ ഗാനെ സിനിമാഗ്രഹ കെ ബാഹർ ബജാത്തെ थे. പക്ഷെ ആ സിനിമ തിയേറ്ററിന്റെ മുന്നിൽ ആ സിനിമയുടെ പാട്ടുകൾ എപ്പോഴും കേൾക്കാമായിരുന്നു.
उसमें സൈഗാൽ കാ ഏക് ഗാന താ, അതിൽ സൈഗാലിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ദുഃഖ് കെ ദിൻ അബ് ബീത്തെ നാഹി, അതായത് ദുഃഖത്തിന്റെ ദിനങ്ങൾ കഴിയുന്നില്ല എന്നൊരു പാട്ട് അവിടെ എപ്പോഴും പാടിക്കൊണ്ടിരുന്നിരുന്നു. സൈഗാൾ പാടിയ പാട്ടാണ് ദേവദാസിലെ. ഉസി അക്സർ ഗുൻഗുന രഹത്തെ, ആ പാട്ട് ഞാൻ എപ്പോഴും പാടുമായിരുന്നു. കബി കബി ഗുൻഗുനാത്തെ ആഘോസെ ആസു ആത്താത്ത, ഇടയ്ക്കെല്ലാം അത് പാടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമായിരുന്നു, എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ജാനേക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏക് ദിൻ മാ നേ സുന, ഒരു ദിവസം അമ്മ ഈ പാട്ട് കേട്ടു. മാ കാ ദിൽ തോ ആഖിർ മാ കാ ദിൽ, അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നാൽ ഒരു അമ്മയുടെ ഹൃദയം തന്നെയാണ്. ഏക് ദിൻ ബോലി ദുഃഖ് കെ ദിൻ ബീതി ജായെങ്കെ ബേട്ട, ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, ദുഃഖത്തിന്റെ ദിനങ്ങൾ കഴിഞ്ഞു പോകും മകനെ. ദിൽ ഇത്തന ചോട്ടാ ക്യോം കർത്ത ഹെ, എന്തിനാണ് നീ നിന്റെ മനസ്സ് ഇത്രയും ചെറുതാക്കുന്നത്. ധീരജ് സെ കാംലോ, ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ജബ് ഉനെ मालूम हुआ कि यह तो फिल्म देवदास का गाना है तो सिनेमा की धीरे विरोधी माँ ने कहा, अपना मन क्यों मारता है, जाकर पिक्चर देख आ, पैसा मैं दे दूंगी. അപ്പോ അമ്മയ്ക്ക് മനസ്സിലായി അത് ഒരു ദേവദാസ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ സിനിമയോടുള്ള വിരോധം പതുക്കെ മാറ്റി വെച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ മനസ്സ് നീ ഇത്രയും ചെറുതാക്കിയോ ദുഃഖിക്കുകയോ വേണ്ട, നീ പോയി ആ സിനിമ കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. മേനെ മാക്ക കോ ബതായ കി കിതാബോं बेचकर 2 रुपये मेरे पास बचे हैं. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ ബുക്സ് വിറ്റിട്ട് 2 രൂപ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. വേ 2 रुपये लेकर माँ की സഹമതി സെ ഫിലിം ദേഖനെ ഗയ, അങ്ങനെ ആ 2 രൂപയും കൊണ്ട് അമ്മയുടെ അനുവാദപ്രകാരം ഞാൻ സിനിമ കാണാൻ പോയി. പെഹ്ലാ ഷോ छूटने में देरी थी, അതായത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാസ് മേ അപ്നെ പരിചയ കിതാബ് കി ദുക്കാൻ थी, അടുത്ത് തന്നെ ആ ബുക്ക് സ്റ്റോൾ, എനിക്ക് പരിചയമുള്ള ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. വഹീം ചക്കർ ലഗാനെ ലഗ, ഞാൻ അവിടെ കറങ്ങി തിരിയാൻ തുടങ്ങി. സഹസാ ദേക്കർ കൗണ്ടർ പർ ഏക് പുസ്തക് രഖി ഹെ ദേവദാസ്, അപ്പോൾ ഞാൻ കണ്ടു അതിന്റെ കൗണ്ടറിൽ തന്നെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, ദേവദാസ്. ലേഖക് ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്, അതിന്റെ റൈറ്റർ ആണെങ്കിൽ ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്. ദാം കേവൽ 1 रुपये, അതിന്റെ വില നോക്കിയപ്പോൾ ആകെ 1 രൂപ. മേനെ പുസ്തക് ഉട്ടാക്കർ ഉൾട്ടി പൾട്ടി തോ പുസ്തക് വിക്രേത ബോല, തും വിദ്യാർത്ഥി ഹോ. അപ്പോൾ ഞാൻ ആ ബുക്ക് എടുത്ത് അങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുന്ന കണ്ടപ്പോൾ ആ ബുക്കിന്റെ സെല്ലർ, അവിടെ ഉണ്ടായിരുന്ന ഷോപ്പ് കീപ്പർ എന്നോട് ചോദിച്ചു, തും വിദ്യാർത്ഥി ഹോ, നിങ്ങൾ വിദ്യാർത്ഥിയാണോ? യഹിം അപ്നി പുരാനി കിതാബേം ബേസ്തേ ഹോ, നിങ്ങൾ ഇവിടെയാണോ പഴയ ബുക്സ് ഒക്കെ വിൽക്കുന്നത്? ഹമാരെ പുരാനെ ഗ്രാഹക് ഹോ, ഞങ്ങളുടെ പഴയ ഒരു കസ്റ്റമർ ആണെന്ന് തോന്നുന്നു. തുംസെ അപ്ന കമ്മീഷൻ നെഹി ലൂങ്ക, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കമ്മീഷൻ മേടിക്കുന്നില്ല. കേവൽ 10 ആനെ മേ യഹ് കിതാബ് ദേ ദൂങ്ക, 10 പൈസ ഞങ്ങൾക്ക് തന്നാ മതി, ഞങ്ങൾ ഈ ബുക്ക് നീ എടുത്തോളൂ. മേരെ മൻ പലട്ട് ഗയ, എന്റെ മനസ്സ് പെട്ടെന്ന് മാറി. കോൺ ദേക്കാക 1.5 रुपये में പിക്ചർ, 1.5 രൂപയ്ക്ക് ആരാണ് ഈ പിക്ചർ ഇനി കാണുക? 10 ആനെ മേം ദേവദാസ് ഖരീദി, അങ്ങനെ ഞാൻ 10 അണയ്ക്ക് ആ ദേവദാസ് എന്ന് പറയുന്ന ബുക്ക് മേടിച്ചു. ജൽദി ജൽദി ഘർ ലോട്ടായ, പിന്നെ വേഗം വീട്ടിലേക്ക് വന്നു. ഓർ 2 रुपये में से बचे 1 रुपये छ आने माँ के ഹാത്ത് മേ രഖ്, അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന പണം അമ്മയുടെ കയ്യിൽ കൊടുത്തു. അരേ തൂ ലോട്ടാ കേസ പിക്ചർ നെഹി ദേക്ക, മാനെ പൂച്ച, നീ എങ്ങനെ തിരിച്ചു വന്നു? നീ പിക്ചർ കണ്ടില്ല? നെഹി മാ, ഞാൻ ഫിലിം കണ്ടില്ല എന്ന് പറഞ്ഞു. നെഹി ഫിലിം നെഹി ദേക്കാങ്കി യഹ് കിതാബ് ലേ ആയാ ദേഖോ, ഇല്ല അമ്മ, ഞാൻ ഫിലിം കണ്ടില്ല, പകരം ഞാൻ ഈ ബുക്ക് കൊണ്ടുവന്നു നോക്കും. മാക്കി ആക്കോമേ ആസു ആകെ, അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നു. ഖുഷി കി ഥി യാ ദുഃഖി,
സന്തോഷത്തിന്റെ ആണോ ദുഃഖത്തിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. യഹ് നഹി മാലൂം. വഹ് മേരെ അപ്നെ പൈസോं से खरीदी. അത് ഞാൻ എൻ്റെ സ്വന്തം പണം കൊണ്ടാണ് മേടിച്ചത്. മേരി അപ്നി നിജി ലൈബ്രറി കാ പെഹ്ലി കിതാബ്. എൻ്റെ സ്വന്തം ലൈബ്രറിയുടെ ആദ്യത്തെ പുസ്തകം. ആജ് ജബ് അപ്നെ പുസ്തക് संकलन पर नजर डालता हूँ जिसमें हिंदी अंग्रेजी के उपन्यास नाटक कथा संकलन जीवनियां स्मरणाएं इतिहास कला പുരാതത്വ രാജ്നീതിക്ക് ഹസാർ രഹ പുസ്തകെ. അതായത് ഇന്ന് എൻ്റെ പുസ്തകത്തിന്റെ കളക്ഷൻസ്, ബുക്സിന്റെ കളക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിന്ദിയുടെയും ഇംഗ്ലീഷിന്റെയും എസ്സേസ്, നാടകങ്ങള്, കഥകള്, ജീവചരിത്രങ്ങള്, സ്മരണകള്, ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്, ഹിസ്റ്ററി, കല, പണ്ടുള്ള പുരാതന കാലങ്ങൾ ഉള്ള പുസ്തകങ്ങള്, രാജനീതി, പൊളിറ്റിക്സ് എല്ലാം തന്നെയുണ്ട്. തബ് കിത്നി ഷിദ്ദത്ത് സേ യാദ് ആതി ഹെ. അതായത് ഇന്ന് എനിക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ട് അതെല്ലാം ഓർമ്മ വരുന്നു. അപ്നി വഹ് പഹ്ലി പുസ്തകി ഖരീദി. ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ ആ ആദ്യത്തെ ബുക്ക് ഞാൻ മേടിച്ചത്. റേനർ മരിയ റിൽക്ക്, സ്റ്റീഫൻ ജ്വേഗ്, മോപ്പസൺ, ചെക്കോ, ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി, മായോവസ്കി, സോളസ്റ്റൈൻ, സ്റ്റീഫൻ സ്പെൻഡർ, ഓഡൻ എഡ്ജ് പൗണ്ട്, പിന്നെ യൂജിൻ ഓനീൽ, ജോൺ പാൾ സത്ർ, ആൽബർട്ട് കാമ്യൂ, ओनेस्को के साथ पिकासो, ब्यूगल, रेम्ब्रो, हेम्बर, ഹുസാൻ തഥാ ഹിന്ദി മേ. അതേപോലെ ഇതെല്ലാം ഇംഗ്ലീഷാണ് പറഞ്ഞത്. അതേപോലെ ഹിന്ദിയിൽ കബീർ, തുളസി, സൂർ, റസ്ഖാൻ, ജയാസി, പ്രേംചന്ദ്, പന്ത്, നിരാല, മഹാദേവി ഓർ ജാനെ കിത്തനെ ലേഖകോം. ഈ എന്തോരം റൈറ്റേഴ്സ് ആണ്. ചിന്തകോ കി ഇൻ കൃത്യ. ഈ ചിന്തകന്മാരുടെയും ലേഖകന്മാരുടെയും എല്ലാം കൃതികളും ബീച്ച് അപ്നെ കെ കിത്തന ബരാബര മഹസൂസ് കറിയ. ഇവരുടെ എല്ലാവരുടെയും നടുക്ക് ഞാൻ വളരെ ഫുൾഫിൽഡ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. മറാഠിക്ക് വിരാഷ്ട്ര കവി വിന്ദ കരിന്ദിക്കാർ കെ കിത്തന സഷ്കഹ ഉസ് ദിൻ. അതായത് മറാഠിയിലുള്ള ഒരു പ്രമുഖനായ പൂജനീയനായ ഒരു കവിയായിരുന്നു വിന്ദ കരന്ദിക്കാർ. അദ്ദേഹം അന്ന് എത്രത്തോളം സത്യമാണ് പറഞ്ഞിരുന്നത് എന്ന് എനിക്ക് തോന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ. മേരെ ഓപ്പറേഷൻ സഫൽ ഹോനെ കെ ബാദ് വേ ദേഖ്നെ ആയെ തെ. എൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാവുകയും അദ്ദേഹം എന്നെ കാണാൻ വരികയും ചെയ്തിരുന്നു. ബോലെ ഭാരതി ये सैकड़ों महापुरुष जो पुस्तक रूप में तुम्हारे चारों ओर विराजमान है. അതായത് ഭാരതി, നിന്റെ 4 വശത്തും ഈ മഹാപുരുഷന്മാരുടെ പുസ്തകങ്ങൾ നിന്റെ 4 വശത്തുമുണ്ട്. ഇനെ की ആശീർവാദ് സേ തും ബച്ചേ ഹെ. ഇവരുടെ എല്ലാം ആശീർവാദം കൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. ഇനോനെ തുമെ പുനർജീവിക്കുക. ഇവരാണ് നിന്നെ പുനർജീവിച്ചത്. മേനെ മൻ ഹി മൻ പ്രമാൺ കിയ വിന്ദ കോബി. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിന്ദയെയും ഞാൻ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ പ്രണാമം തരുന്നു. ഇൻ മഹാപുരുഷോം കോബി. ഈ മഹാപുരുഷന്മാരെയും ഈ റൈറ്റേഴ്സിനെയും എല്ലാവരെയും ഞാൻ പ്രണമിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച സ്റ്റോറി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ധർമ്മവീർ ഭാരതിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.